വിഷുവിൻ്റെ തലേന്ന് ഞങ്ങളുടെ അയൽവാസിയിൽ പടക്കം പൊട്ടിക്കുന്നതാണ് ഞാൻ ഈ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. വിഷുവിൻ്റെ രാവിലെ ഞാൻ എങ്ങോട്ടാണ് പോകണമെന്നല്ലേ, ഹോസ്പിറ്റലിലേക്കാണ്. എനിക്ക് വായ്പുണ്ണ് വന്നപ്പം ഇപ്പോൾ തന്നെ സംസാരിക്കുമ്പോൾ മുഴുവനായിട്ട് വായ തുറന്ന് സംസാരിക്കാൻ എനിക്ക് പറ്റണില്ല. നല്ല രീതിക്ക് ആദ്യമായിട്ടാണ് 4-5 ദിവസം ആയിട്ട് വായ്പുണ്ണൊക്കെ എനിക്ക് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നല്ല പ്രയാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഇന്ന് സദ്യയൊക്കെ നന്നായി കഴിക്കാനുള്ളതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ രാവിലെ തന്നെ വേഗം ഹോസ്പിറ്റലിലൊക്കെ പോയി മരുന്നൊക്കെ മേടിച്ച് തിരിച്ച് വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നപ്പോൾ ഒരു വണ്ടി നിറയെ ചെടികളായിട്ടൊരേട്ട വന്നിട്ടുണ്ടായിരുന്നു. നല്ല രസമുള്ള ചെടികളാണ്. ഞാനൊന്നും മേടിച്ചിട്ടില്ല. അടുക്കളയിൽ പോയപ്പോൾ ഉമ്മ നല്ല മീനൊക്കെ പൊരിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള ചക്ക, അത് ഉമ്മ ഈ നീളത്തിലരിഞ്ഞിട്ട് ഇങ്ങനെ പൊരിക്കാൻ വേണ്ടിയിട്ട് നീളത്തിലരിയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വേഗം കുളിച്ച് മാറ്റിയിട്ട് റെഡിയായി. എൻ്റെ കൂട്ടുകാരിൻ്റെ വീട്ടിൽ എനിക്ക് ക്ഷണമുണ്ട്, അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള എൻ്റെ നാട്ടിൽ തന്നെയുള്ള കൂട്ടുകാരിയാണ് എന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി ക്ഷണിച്ചിട്ടുള്ളത് വിഷുവിന്. അതുകൊണ്ട് തന്നെ വേഗം നടന്ന് ഞാൻ അവളുടെ വീട്ടിലെത്തിയ പാട് അവൾ തന്നിട്ടുണ്ടായിരുന്നത് ഉണ്ണിയപ്പം ആണ്. അവളുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റുള്ള ഉണ്ണിയപ്പമായിരുന്നു. ഞാൻ ആ ഉണ്ണിയപ്പം തന്നെ ഒരു 5 ഞാൻ കഴിച്ചിട്ടുണ്ടാവും. ഇനി ഇത്രയും കഴിച്ച് വയറ് നിറഞ്ഞെന്ന് വിചാരിച്ചിട്ട് സദ്യ കഴിക്കുമ്പോൾ യാതൊരു കുറവും വരുത്തിയിട്ടില്ല. അങ്ങനെ സദ്യ കഴിക്കാൻ റെഡിയായി. എല്ലാ സാധനങ്ങളും പൊടിമോൾ എന്നാണ് എൻ്റെ കൂട്ടുകാരിൻ്റെ പേര്. അപ്പോൾ അവളുടെ അമ്മ ഉണ്ടാക്കിയ എല്ലാ ഫുഡും റെഡി ആയിട്ടുണ്ടായിരുന്നു. വെജും നോൺ വെജും എല്ലാം മിക്സഡ് ആണ്. എല്ലായിടത്തും അങ്ങനെ ഉണ്ടോയെന്ന് അറിയില്ല. ഞങ്ങളുടെ നാട്ടിൽ ഒരുവിധം എല്ലാവരും, ചിലരൊക്കെ 2ാമത്തെ ദിവസമേ നോൺ വെജ് ആക്കുള്ളൂ. പക്ഷേ ഒരുവിധം എല്ലാവരും നോൺ വെജും വെജും എല്ലാം കൂടി മിക്സ് ആയിരിക്കും. എനിക്ക് അങ്ങനെ തന്നെയാണ് കൂടുതൽ ഇഷ്ടം. എല്ലാ സദ്യ വിഭവങ്ങളുണ്ടെങ്കിലും ഒരു ചിക്കനെങ്കിലും കൂടെ ഉണ്ടാകുമ്പോൾ കഴിക്കാൻ കുറച്ചും കൂടി ഇഷ്ടമാണ്. അങ്ങനെ പിന്നെ ഈ മാമ്പഴ പുളിശ്ശേരി പൊടിമോളുടെ അമ്മ ഉണ്ടാക്കുന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനമാണ്. ഞാൻ പൊടിമോളുടെ അമ്മ ഉണ്ടാക്കിയിട്ട് തന്നെയാണ് ആദ്യമായിട്ട് മാമ്പഴ പുളിശ്ശേരി കഴിച്ച് നോക്കുന്നതും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇതുപോലെ നോൺ വെജും വെജും, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ നോൺ വെജും വെജും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണോ സദ്യ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ. ഇത് പൈനാപ്പിൾ പച്ചടി. അങ്ങനെ പൈനാപ്പിൾ പച്ചടി പുളിശ്ശേരി എന്നാണോ ഇനി പറയുന്നറിയില്ല. എന്തായാലും എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പൈനാപ്പിൾ പുളിശ്ശേരി പച്ചടി അത് പൊടിമോളുടെ ചേച്ചി ഉണ്ടാക്കിയതാണ്. അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ മാമ്പഴ പുളിശ്ശേരി എനിക്ക് ഓൾറെഡി ഇഷ്ടമാണ്. ഇന്നലെ ഊണ് കഴിക്കാൻ പോയ വീഡിയോയിലൊക്കെ ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇത് പുഴമീൻ. പൊടിമുള വീട്ടിൽ എപ്പോൾ ഞാൻ ചോറ് കഴിക്കുമ്പോൾ പോകുമ്പോഴും പുഴമീൻ ഉണ്ടാവും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുഴമീൻ. അതുപോലെ പുഴമീൻ അധികം തീരെ ഇഷ്ടമല്ലാത്ത ആളുകളും ഉണ്ടെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ. അങ്ങനെ സദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് വിശേഷങ്ങളൊന്നുമില്ല. ഇന്ന് വിഷു ആയതുകൊണ്ട് തന്നെ നമ്മളെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയി ഭക്ഷണം കഴിച്ചെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു.